ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവജന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദയമായ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കേൾക്കുന്ന ദൈവജന സന്ദേശം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്, ചൈതന്യമാണ്. ഈ ദൈവജന സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പല കാര്യങ്ങളിലൊന്ന്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം തരുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുന്ന, മനുഷ്യൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കുന്ന, ആകാശം ചായ്ച്ചിറങ്ങി വരുന്ന ദൈവത്തെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. അക്കൂട്ടത്തിൽ ബൈബിളിൽ ആവർത്തിച്ച് കാണാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. സർവജ്ഞാനിയായ ദൈവത്തിന് നമ്മുടെ സകല ആവശ്യങ്ങളും അറിയാം, നമ്മുടെ നിലവുകളറിയാം, നമ്മുടെ ചിന്തകളറിയാം. പക്ഷേ മനുഷ്യരോട് പല സാഹചര്യങ്ങളിൽ ചോദിക്കുന്നൊരു ചോദ്യമായി നമുക്കിത് കാണാൻ കഴിയും. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ദൈവം മനുഷ്യനോട്, യേശു മനുഷ്യനോട് ചോദിക്കുന്നതായിട്ടും മനുഷ്യർ പരസ്പരം ചോദിക്കുന്നതുമായിട്ടും നമുക്കിത് കാണാൻ കഴിയും. എന്നാൽ ഫേക്കായിട്ട് ചോദിക്കുന്ന പലരെയും ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചിട്ട് ഉത്തരം പറയുമ്പോൾ അതുപോലെ ചെയ്തു കൊടുക്കാതെ ചതിക്കുന്ന ആളുകളെയും ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. ലാബാൻ 2 പ്രാവശ്യം യാക്കോബിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന്. ഉൽപ്പത്തി 30 28 31 വാക്യങ്ങളിലും 29 അധ്യായം 15 ചോദിക്കുന്നു. പക്ഷെ തൻ്റെ പ്രതിഫലം മാറ്റുന്ന രംഗമാണ് ഉൽപ്പത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യാക്കോബിന് കൊടുക്കേണ്ട പ്രതിഫലം ലാബാൻ മാറ്റുകയാണ്. എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചിട്ട് അതുപോലെ ചെയ്തു കൊടുക്കാതെ, പറഞ്ഞതുപോലെ ചെയ്തു കൊടുക്കാതെ പ്രതിഫലം മാറ്റുക. നാം ആരാധിക്കുന്ന ദൈവം എന്തെങ്കിലും നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ നാം ഉത്തരം പറയുമ്പോൾ അതിനെ മാറ്റുന്ന ദൈവത്തെ അല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. അതനുസരിച്ച് പ്രതിഫലത്തെ കൊടുക്കുന്ന ദൈവത്തെയാണ് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു 5-6 ഇൻസിഡൻറ്റുകൾ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതുപോലെ ദൈവം ചോദിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകമുള്ള വ്യക്തികൾ, ദൈവനിയോഗമുള്ള വ്യക്തികൾ ചോദിക്കുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, വചനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 10 അധ്യായത്തിൻ്റെ 51 52 വാക്യങ്ങളിലാണ് ഒരു സംഭവം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് യേശു വഴിയരികിലിരുന്ന ഭിക്ഷക്കാരനായ കുരുടനോട് ചോദിക്കുന്ന രംഗമാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു. ഇതേ പോർഷൻ ലൂക്കോസ് 18:41 തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കുരുടനായ മനുഷ്യനോട്, സൗഖ്യമില്ലാത്ത മനുഷ്യനോട് യേശു ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? ഇവിടെ ആ മനുഷ്യന് ആവശ്യം സൗഖ്യമാണ്. ഈ മനുഷ്യന് ദൈവം ചെയ്തു കൊടുക്കേണ്ട കാര്യം സൗഖ്യമാണ്. ഇനി ദൈവജന സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കാർക്കെങ്കിലും സൗഖ്യം ആവശ്യമാണെങ്കിൽ കർത്താവിനോട് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പറ, കർത്താവേ, ഈ കുരുടൻ പറഞ്ഞതുപോലെ എനിക്ക് കാഴ്ച വേണം. അവൻ്റെ കാര്യം ക്ലിയറായിട്ട് പറഞ്ഞു. സൗഖ്യമാക്കുന്ന സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. സൗഖ്യമാക്കാൻ കർത്താവ് മതിയായവനാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്ന യഹോവ റാഫ എന്നാണ് ദൈവത്തിൻ്റെ ഒരു നാമം. ഇവിടെ ആ മനുഷ്യൻ ആവശ്യം എന്താണ്? ഇവിടെ ആ മനുഷ്യൻ ആവശ്യം സൗഖ്യമാണ്. അപ്പോൾ ആ സൗഖ്യം വേണമെന്ന് വാ തുറന്ന് പറയാം. കർത്താവിന് അറിയത്തില്ലേ അവന് സൗഖ്യം? ഉരുണനായ മനുഷ്യനും എന്താ ആവശ്യമെന്ന് ഒറ്റവാക്കി നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇത് ആ മനുഷ്യൻ തൻ്റെ വാ കൊണ്ട് പറയുമ്പോൾ കർത്താവ് വിടുതൽ കൊടുക്കുക. വാ തുറന്ന് ഒരു നിമിഷം പറഞ്ഞേ,
സൗഖ്യം വേണം, സൗഖ്യം വേണം കർത്താവേ. എൻ്റെ കുഞ്ഞിന് സൗഖ്യം വേണം, എൻ്റെ മകന് സൗഖ്യം വേണം, എൻ്റെ മകൾക്ക് സൗഖ്യം വേണം, എനിക്ക് സൗഖ്യം വേണം. സൗഖ്യം കൊടുക്കുന്ന കർത്താവ്. ഞാൻ നിനക്കെന്ത് ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ സൗഖ്യം കൊടുക്കുന്ന കർത്താവ്. ഒന്ന് നമുക്കത് കാണാൻ കഴിയുന്നു. മറ്റൊന്ന് 2 രാജാക്കന്മാർ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. ഇവിടെ യഹോവയായ ദൈവമോ യേശു കർത്താവ് പറയുന്നതല്ല ഇവിടെ കാണുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്ക്, ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് പ്രാപിച്ച എലീശ പറയുന്ന വാക്കാണ്. 2 രാജാക്കന്മാർ 4-ന്റെ 1-2 വാക്യങ്ങൾ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിൻ്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിൻ്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് ചെയ്യണം പറക. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക. വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾക്ക് ഉറവായിരിക്കരുത്. പിന്നെ നീയും നിൻ്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞതൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ട് ചെന്ന് തൻ്റെ മക്കളോടുകൂടെ അകത്ത് കിടന്ന് വാതിലടച്ച് അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഇവിടെ പ്രവാചകൻ്റെ അടുക്കൽ വന്ന് വിധവയായൊരു സഹോദരി 2 മക്കളെ പിടിച്ചു കൊണ്ടുപോകുവാൻ കടക്കാർ വീട്ടിൽ വന്ന് നിൽക്കുന്നു. ഒരു സാമ്പത്തിക ആവശ്യം, സാമ്പത്തിക വിടുതലിന് വേണ്ടി വന്ന് നിൽക്കുമ്പോൾ എലീശ വഹിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം. ഒന്നാമത്തത് സൗഖ്യമായിരുന്നുവെങ്കിൽ, ശാരീരിക വിടുതലായിരുന്നുവെങ്കിൽ, ഇത് സാമ്പത്തിക ആവശ്യമാണ്, സാമ്പത്തിക വിടുതലാണ്. ഒന്നാമത്തെ സൗഖ്യം കർത്താവോടെ കൽപ്പിച്ചാക്കി, കർത്താവ് സൗഖ്യമാക്കി. അവൻ്റെ വിശ്വാസത്തെ അവിടെ മാനിച്ചതായി കാണാൻ കഴിയുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, വിഷയവുമായി പ്രവാചകൻ്റെ അടുക്കൽ കടന്നു വന്ന സഹോദരിയുടെ സാമ്പത്തിക വിഷയത്തിൽ വിടുതൽ കൊടുത്തു. അവിടെ ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഒരു സാമ്പത്തിക വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സാമ്പത്തിക കാര്യത്തിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രവാചകൻ ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഒരുപാട് സാക്ഷ്യമുള്ള ഒരു കുടുംബമാണ് ആ കുടുംബം. അവളുടെ വീട്ടിൽ എണ്ണയുണ്ടായിരുന്നു. അതെല്ലാം ഒരു ആത്മീയ അർത്ഥത്തെ കാണിക്കുക. എന്നാൽ ഇവിടെ അവരുടെ ആ ഒരു ക്രൈസസിൻ്റെ നടുവിൽ, അവരുടെ ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ ഒരത്ഭുതം ദൈവം ചെയ്യും. നിങ്ങളുടെ ആ സാമ്പത്തിക ആവശ്യത്തിൻ്റെ നടുവിൽ ദൈവം അത്ഭുതം ചെയ്യട്ടെ. ആമേൻ. മൂന്നാമത് നമുക്കിത് കാണാൻ കഴിയുന്നത് ദിനവൃത്താന്ത പുസ്തകങ്ങൾ 2 ദിനവൃത്താന്തം 1-ന്റെ 7-ാം വാക്യത്തിലാണ് ഇങ്ങനെ വായിക്കുന്നത്. അന്ന് രാത്രി ദൈവം ശലോമോന് പ്രത്യക്ഷരായി അവനോട്, ഞാൻ നിനക്ക് എന്ത് തരണം ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. 10-ാം വാക്യത്തിൽ, ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ, അല്ലാതെ നിൻ്റെ ഈ വലിയ ജനത്തിൻ്റെ ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. ശലോമോൻ രാജാവായിരിക്കുന്ന സമയത്ത് ദാവീദിന് ശേഷമായതാണ്. അദ്ദേഹത്തോട് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം പ്രത്യക്ഷനായി ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് തരണം? എന്താണ് നിനക്ക് ആവശ്യം? രാജാവിനോട് ചോദിക്കുക. രാജാവിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ രാജാവ് എന്തായിരിക്കും മറുപടി പറയുക? സ്വാഭാവികമായിട്ടും അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യത്തെക്കുറിച്ച് ദൈവം തന്നെ അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും, ഭൗതികമായതൊന്നും ചോദിക്കാതെ ജ്ഞാനം ചോദിച്ചു. എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ എന്ന് ചോദിച്ചു. എന്താ അതിൻ്റെ കാര്യം? പിന്നീട് സഭാപ്രസംഗി എഴുതുമ്പോൾ താൻ പറയുന്നുണ്ട്, 7-ാം അധ്യായം 11-ൽ ശലോമോൻ തന്നെ പറയുന്നുണ്ട്, ജ്ഞാനം ഒരവകാശം പോലെ നല്ലത്,
സകല ഭൂവാസികൾക്കും അത് ബഹുവിശേഷം. സഭാപ്രസംഗി 9:16 താൻ പറയുന്നു, ജ്ഞാനം ബലത്തേക്കാൾ നല്ലത്. 9:18 വായിക്കും, യുദ്ധായുധങ്ങളെക്കാൾ ജ്ഞാനം നല്ലതാണ്. അപ്പം ജ്ഞാനം നല്ലത്, ജ്ഞാനം സമ്പാദിക്കണം, ജ്ഞാനമാണ് ശ്രേഷ്ഠമെന്ന് പിന്നീട് തനിക്ക് മനസ്സിലായി. കാരണം ഏത് വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ജ്ഞാനഹൃദയമുണ്ടെങ്കിൽ, വിവേക ഹൃദയമുണ്ടെങ്കിൽ ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ജ്ഞാനത്തോടെ ബുദ്ധിയോടെ എടുക്കുന്ന ഒരൊറ്റ തീരുമാനം മതി. അവിടെ താൻ ചോദിക്കേണ്ട കാര്യമായിരുന്നു. പുതിയ നിയമസഭയിലെ വിശ്വാസികളായ ഞാനും നിങ്ങളും ദൈവത്തോട് ചോദിക്കേണ്ട ഒരു, ദൈവമേ കൃപ തരണേ, വിവേചന വരണം തരണേ, പരിശുദ്ധാത്മാവിൻ്റെ വിവേചനം തരണമേ എന്ന് വേണം നമ്മൾ ചോദിക്കാൻ. നന്മയും തിന്മയും വിവേചിച്ചറിയുവാൻ, ഏതാത്മാവാണെന്ന് വിവേചിച്ചറിയുവാൻ, വ്യക്തികളെ വിവേചിക്കുവാൻ, സംഭവങ്ങളെ വിവേചിക്കുവാൻ ജ്ഞാനം തരണമേ എന്ന് ശലോമോൻ ചോദിച്ചതുപോലെ വിവേചന വരം തരണമേ, കൃപ തരണമേ. ദൈവം ചോദിക്കുന്ന ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചോ? അവൻ ജ്ഞാനം ചോദിച്ചു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എത്ര പേർ ചോദിക്കും, കർത്താവേ കൃപ തരണം, കൃപ തരണം. കൃപ കർത്താവിനോട് ചോദിച്ചു വാങ്ങണം. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീന തികഞ്ഞു വരുന്നു. താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കുന്നു. കൃപ ചോദിച്ചു വാങ്ങണം. ആമേൻ. വിവേചന വരം ചോദിച്ചു വാങ്ങണം. നാലാമത് നമുക്ക് കാണാൻ കഴിയുന്നത് 2 രാജാക്കന്മാർ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിലാണ്. എലീശ ഏലിയാവുമായിട്ട് നടത്തുന്ന സംഭാഷണത്തിനകത്ത് ഏലിയാവ് എടുക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഏലിയാവ് എലീശയോട് ചോദിക്കുന്നു. 2 രാജാക്കന്മാർ 2:9. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം ചോദിച്ചു കൊള്ളുക. അതിന് എലീശ, നിൻ്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കങ്ങനെ ഉണ്ടാകും, അല്ലെന്നു വരികിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് കയറി. നോക്കിക്കേ, ഇവിടെ ചോദിക്കുന്നത് അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്ക്, ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്കാണ് ചോദിക്കുന്നത്. ചോദിച്ചത് പ്രയാസമുള്ള കാര്യമാണ്. ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത് പ്രയാസമുള്ളതായിരിക്കും. പക്ഷെ ഒരു കാര്യം പറയാം, പ്രയാസമുള്ളത് ചോദിച്ചാലും അത് നിവർത്തിച്ച് തരാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷെ പ്രയാസമുള്ളത് ചോദിക്കുമ്പോൾ അത് ലഭിക്കണമെങ്കിൽ വില കൊടുക്കണം. ഇവിടെ എലീശ ആ കാര്യം പറഞ്ഞു, എനിക്ക് നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഏലിയാ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ചോദിച്ച പ്രയാസമുള്ളതാണ്. പക്ഷെ പ്രയാസമുള്ളതാണെങ്കിലും നിനക്ക് കിട്ടാനൊരു സാധ്യതയുണ്ട്. ആ സാധ്യത മറ്റൊന്നുമല്ല, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുക. അതായത് ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നിൻ്റെ കണ്ണുകൊണ്ട് നീ കണ്ടാൽ നിനക്കത് ലഭിക്കും. അപ്പം കണ്ണ് അടയാതെ ഉറങ്ങാതെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈ പ്രയാസമുള്ള കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി താൻ വില കൊടുക്കുക. 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ഏലീശ അത് കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് ഏലിയാവിനെ ചുഴലിക്കാറ്റിലേക്ക് സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നത് ആര് കണ്ടെന്ന് എഴുതിയേക്കുക? ഏലീശ അത് കണ്ടു എന്ന് പറഞ്ഞാൽ വില കൊടുത്തുകൊണ്ട് ആ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ലഭിക്കുമെന്ന് എലീശ പറഞ്ഞു. പ്രയാസമുള്ളതാണ് ചോദിച്ചത്, പക്ഷേ താനത് കണ്ടു, തനിക്കത് കിട്ടി. പ്രിയപ്പെട്ടവരെ, എത്ര പ്രയാസമുള്ളതാണെങ്കിലും സ്വർഗത്തിലെ ദൈവത്തോട് ചോദിക്ക്, നൽകിത്തരും. പക്ഷെ ഒരു കാര്യമുണ്ട്, വില കൊടുക്കണം. സൗഖ്യം പ്രാപിച്ച കുരുടൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ സൗഖ്യം കിട്ടി, പക്ഷെ അവന് വിശ്വാസം ഉണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യയോട് ചോദിച്ചു, എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ആവശ്യം പറഞ്ഞു, സാമ്പത്തിക ആവശ്യം പറഞ്ഞു. അവരുടെ ഭരണിക്കകത്ത് എണ്ണയുണ്ടായിരുന്നു, അല്പം എണ്ണ ഉണ്ടായിരുന്നു. ശലോമോനോട് ചോദിച്ചപ്പോൾ അവൻ വിവേകത്തോടെയുള്ള ജ്ഞാനത്തോടെയുള്ള ഹൃദയം ചോദിക്കാൻ വേണ്ടി കറക്റ്റ് ഉത്തരം അവിടെ കൊടുത്തു. നാലാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രയാസമുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ അവൻ വില കൊടുത്തു. എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ച് നോക്കിയാലും അവിടെ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും.
വെറുതെ അങ്ങ് ചോദിച്ചാൽ അങ്ങ് കൊടുക്കുമല്ല. നമ്മൾ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം ചിലത് നമ്മുടെ കലേൽപ്പിക്കാൻ വിശ്വസ്തനാണ്. ഇവിടെ അഭിഷേകത്തെയാണ് ചോദിച്ചത്. സൗഖ്യം ചോദിച്ചു, സാമ്പത്തിക ആവശ്യം ചോദിച്ചു, ജ്ഞാനം ചോദിച്ചു, അഭിഷേകം ചോദിച്ചു. അഞ്ചാമത് നമുക്കൊരാളെ കാണാം. അത് യോശുവയുടെ പുസ്തകമാണ്. 15-ാം അധ്യായത്തിൻ്റെ 16 തൊട്ട് വായിക്കുമ്പോൾ കാലേബ് പറയുന്ന ഒരു കാര്യമാണ്. എന്താ കാലേബ് പറയുന്നത്? കിരിയത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് കാലേബ് പറഞ്ഞു. കാലേബിൻ്റെ സഹോദരനായ ഗനസിൻ്റെ മകൻ ഒത്നിയേൽ അതിനെ പിടിച്ച് അവൻ തൻ്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നാറെ തൻ്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്ക് എന്തു വേണം ചോദിച്ച് കാലേബ് സ്വന്തം മകളായ അക്സയോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഒരനുഗ്രഹം തരണം. നീ എന്നെ തെക്കേ ദേശത്തിലേക്കല്ലോ കൊടുത്തിരിക്കും, നീരുറവുകളോടുകൂടി എനിക്ക് തരണമെന്ന് അവൾ പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു. യഹൂദാ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം ഇതത്ര. ഇത് ചോദിച്ചത് ഒരനുഗ്രഹമാണ്. അനുഗ്രഹം മാത്രമല്ല, ഈ ഒരു അനുഗ്രഹം ഒരവകാശമാണ്. അവകാശമായ അനുഗ്രഹം. അവിടെ വായിക്കുന്നത് യഹൂദാ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം ഇതത്രേ. അപ്പോൾ അനുഗ്രഹമായ അവകാശമാണ് കാലേബിനോട് അക്സ ചോദിച്ചു വാങ്ങിച്ചത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഭൂമിയിലുള്ള സകലതും ഭൗതിക നന്മകളാകുമ്പോൾ സ്വർഗത്തിലുള്ളതൊക്കെ അനുഗ്രഹങ്ങളാണ്, അത് അവകാശങ്ങളാണ്. അതാർക്കും അപഹരിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുയേശുവിനോടുകൂടി കൂട്ടവകാശികളാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഞാനും നിങ്ങളും അങ്ങനാണെങ്കിൽ ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആത്മീകമായ അനുഗ്രഹങ്ങളും ആത്മീകമായ അവകാശങ്ങളാണ്. എന്നോട് ചോദിച്ചു കൊള്ളുക, ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരാമെന്ന് പറഞ്ഞ ദൈവം ആത്മാക്കളെ അവകാശമായി ചോദിച്ചാൽ അവകാശമായി തരും. മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്. തലമുറകളുടെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ അത് അവകാശമാണെങ്കിൽ അത് ചോദിച്ചു വാങ്ങുക. കാലേബ് അക്സയോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൾ കറക്റ്റ് ഉത്തരം അവിടെ കൊടുത്തു. അനുഗ്രഹം കിട്ടി, അവകാശം കിട്ടി. മറ്റൊരു കൂട്ടരെ കാണാം. അത് പുതിയ നിയമത്തിലാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 35 തൊട്ടുള്ള വേദഭാഗത്തിൽ സെബദിയുടെ മക്കളായ യാക്കോബ് യോഹന്നാനും അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരോ, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, അവനവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ഇതേ ഭാഗം മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചോദിച്ചു, എന്ത് ചെയ്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? അപ്പോൾ അവർ പറയുകയാണ്, നിൻ്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിൻ്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം കൊടുക്കണം. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നത് എന്താ നിങ്ങൾ അറിയുന്നില്ല കേട്ടോ. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനമേൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനമേൽക്കുകയും ചെയ്യും നിശ്ചയം. ഇവിടെ ആരൊക്കെയാണ് ചോദിച്ചത്? അവർ ചോദിച്ചത് എന്താണെന്ന് അവരറിയുന്നില്ലെന്നാണ് യേശു പറഞ്ഞത്. യാക്കോബും യോഹന്നാനുമാണ്. യാക്കോബ് ആളുകൊണ്ട് കൊല്ലപ്പെട്ടതായി നമുക്ക് തിരുവചനത്തിൽ നിന്ന് വായിക്കാൻ പറ്റും. യോഹന്നാൻ കഷ്ടതകൾ ഒരുപാട് അനുഭവിച്ചു. പക്ഷേ സ്വാഭാവിക മരണമാണ് അദ്ദേഹത്തിന് വന്നത്. അപ്പോൾ ഈ കർത്താവ് പറയാണ്, എൻ്റെ ഇടതും വലതും ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ കുടിക്കുന്ന പാനപാത്രവും കഷ്ടതയെല്ലാം എന്ന് പറഞ്ഞാൽ ക്രൂശ് മരണത്തെക്കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. താൻ അനുഭവിക്കാൻ പോകുന്ന ക്രൂശ് മരണത്തെക്കുറിച്ചാണ് താൻ പറയുന്നത്. ഇത് നിങ്ങൾ അനുഭവിച്ചാൽ, ഞാൻ ഏൽക്കുന്ന സ്നാനം, ഞാൻ കുടിക്കുന്ന പാനപാത്രം, ഞാൻ മഹത്വത്തിൽ പ്രവേശിച്ചത് വെറുതെയല്ല, കഷ്ടത ഏറ്റിട്ട. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കിയെന്ന് എബ്രായ ലേഖനത്തിൽ. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, താൻ കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണ് മഹത്വത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ കർത്താവ് ഈ സെബദി മക്കളോട് പറയുകയാണ്, യാക്കോബിനോടും യോഹന്നാനോടും പറയുകയാണ്, നിങ്ങളിത് അനുഭവിച്ചാൽ, നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്താൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇത് തരണം എന്നുള്ളത് ഞാനല്ല തീരുമാനിക്കുന്നത്. പക്ഷെ പിന്നീട് ആ കാര്യത്തെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നില്ല. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ഒരു പ്രോമിസ് അവർക്ക് കൊടുക്കുക.
അവർക്ക് മാത്രമല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല വ്യക്തികൾക്കും വേണ്ടി ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. എന്താണ് പറയുന്നതെന്ന് അറിയാമോ? 14:3, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. ഇടത്തും വലത്തും ഇരിക്കണമെന്ന് പറഞ്ഞവരെ ഇപ്പം കേൾക്കുന്നത് എന്താ? ഇടതും വലതും ഇരിക്കാനല്ല, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തും. അവർ ചോദിച്ചത് കർത്താവിൻ്റെ ഇടതും വലതും ഇരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ കർത്താവ് ഇവിടെ പറയുന്നു, ഞാൻ സ്ഥലമൊരുക്കാൻ പോയിരിക്കുന്ന, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സൗഖ്യം കർത്താവ് തരും, സാമ്പത്തിക ആവശ്യം കർത്താവ് തരും, ജ്ഞാനം കർത്താവ് തരും, അഭിഷേകം കർത്താവ് തരും, അവകാശവും അനുഗ്രഹവും കർത്താവ് തരും. എന്നാൽ ഇവിടെ വായിക്കുന്നു, കർത്താവ് ഇരിക്കുന്ന ഇടത്ത് നമ്മൾ ഇരുത്തും. അതാണ് ദൈവത്തിലെ വചനത്തിലെ ഏറ്റവും വലിയ പ്രോമിസ്. സ്ഥലമൊരുക്കിയിട്ട് കർത്താവ് കടന്നു വരും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് കർത്താവിൻ്റെ വചനം പറയുമ്പോൾ ഇന്ന് കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? സഹോദര, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? സഹോദരി, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? സൗഖ്യമാണോ നിനക്ക് ആവശ്യം? സാമ്പത്തിക വിടുതലാണോ നിനക്ക് ആവശ്യം? ജ്ഞാനമാണോ നിനക്ക് ആവശ്യം? ആത്മാവിൻ്റെ ഇരട്ടി പങ്കാണോ നിനക്ക് ആവശ്യം? അവകാശവും അനുഗ്രഹമാണോ നിനക്ക് ആവശ്യം? നൽകിത്തരാൻ ഞാൻ ശക്തനാണ്, എന്നോട് ചോദിച്ചു കൊള്ളുക എന്ന് കർത്താവ് പറയും. നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ദൈവം. ഇന്ന് മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ആവശ്യം ഏതായാലും കർത്താവിനോട് ചോദിച്ചു കൊള്ളുക. കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ചോദിക്കുന്നത് ഒരു മനുഷ്യനല്ല, ചോദിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, സഭയുടെ അധ്യക്ഷനല്ല. ചോദിക്കുന്ന ആരാ? നമുക്ക് വേണ്ടി ജീവൻ വെച്ചു തന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്ന, നമ്മളെ നന്നായി അറിയുന്ന, നമ്മുടെ അവസ്ഥയെ അറിയുന്ന, നമ്മുടെ താഴ്ചയെ നമ്മളെ ഓർക്കുന്ന സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവം നമ്മളോട് ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഈ ഒരു വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് അത് ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റും? എന്നോട് പേഴ്സണലായിട്ട് സ്വർഗത്തിലെ ദൈവം ചോദിക്കുന്ന ചോദ്യമാണിത്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവവചന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നുള്ള ചോദ്യത്തിന് മറുപടി കൊടുത്ത കർത്താവേ, സൗഖ്യം കൊടുത്ത കർത്താവേ, സാമ്പത്തിക ആവശ്യം കൊടുത്ത കർത്താവേ, ജ്ഞാനം കൊടുത്ത കർത്താവേ, അഭിഷേകം കൊടുത്ത കർത്താവേ, അനുഗ്രഹവും അവകാശത്തെ നൽകി തന്ന കർത്താവേ, എൻ്റെ ജനത്തിന് വിടുതൽ കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ. സമസ്ത വിഷയങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോയ കർത്താവേ, അങ്ങ് സ്ഥലമൊരുക്കിയാൽ അങ്ങ് ഇരിക്കുന്നിടത്ത് ഇരുത്താമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്, അവകാശത്തിന് വേണ്ടി, ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ.